ഹായ് മക്കളുമാരെ, ഞാനത് ഉണ്ടാക്കാൻ പോകുന്ന ഒരു കൊഞ്ച് തീയലാണ്. നല്ല അടിപൊളി കൊഞ്ച് തീയൽ. അതിനു വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 150 ഗ്രാം കൊഞ്ചാണ്. കൊഞ്ച് നന്നായിട്ട് ക്ലിയർ ചെയ്തിട്ടുള്ള കൊഞ്ചാണ്. ഇനി ഇതിൽ ചേർക്കേണ്ട ചേരുവകയെന്ന് പറയുന്നത് ഒരു 10 ചെറിയ ഉള്ളി, ഒരു തക്കാളിക്ക, 3 പച്ചമുളക്, കുറച്ച് ഇഞ്ചി, ഒരു 5 അല്ലി വെളുത്തുള്ളി. ഇനി ഇത് വറക്കാനായിട്ട് തേങ്ങ, ഇഞ്ചി, ചുമന്നുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില. ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ ഈ വറക്കേണ്ട സാധനങ്ങളെല്ലാം ഇടും. അതിനകത്ത് ഒരു 1/2 ടീസ്പൂണ് ഉലുവയും പിന്നെ 1/2 ടീസ്പൂണ് കുരുമുളകും കൂടെ വറക്കുന്നതിനകത്ത് ഇടണം. വറക്കാനുള്ളത് അത് നന്നായിട്ട് മൂപ്പിച്ച് വറക്കണം. കുറച്ച് നേരം ഒരു കരിയാതെ വറക്കണേ. എന്നിട്ട് അത് മൂത്ത് വരുമ്പോഴത്തേനും 1 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ ഇട്ട് മൂപ്പിച്ച് നന്നായിട്ട് വറക്കുക. അത് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം അതിനെ നമുക്ക് മിക്സിയിൽ അടിക്കണം. നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം മിക്സിയിൽ അടിക്കണം. എന്നിട്ട് ആ ചീനിച്ചട്ടിയിൽ തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടില്ലേ, എണ്ണ ഒഴിച്ച് കടുക് വറുത്തതിന് ശേഷം അതിനകത്തോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ചുമന്നുള്ളിയും ഇഞ്ചിയും ചെറിയുള്ളി, ചുമന്നുള്ളിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഇട്ടൊന്ന് വഴറ്റണം. വഴറ്റാനായിട്ട് ഒരു സ്വല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാമെങ്കിൽ പെട്ടെന്ന് അത് വഴണ്ട് വരും. അത് വഴണ്ട് വരാനായിട്ട് ഉപ്പിട്ട് കൊടുത്തില്ലേ, ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം അത് വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിക്കയില്ലേ, തക്കാളിക്കയും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് വഴറ്റണം. ഉപ്പിട്ടാണ്ട് ഇളക്കിയതിന് ശേഷം അതിന് തക്കാളിക്ക് പച്ചമുളകും കൂടെ അതിൻ്റെ കൂടെ അങ്ങ് മിക്സ് ആക്കണം. അതും കൂടെ അങ്ങ് വഴണ്ട് വരുമ്പോൾ അത് അങ്ങ് വഴണ്ട് വരുമ്പോഴത്തേനും നമ്മൾ ക്ലിയർ വെച്ചിട്ടുള്ള കൊഞ്ചില്ലേ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്ത് അത് ഇളക്കണം. അതും കൂടെ ഇളക്കി അതും കൂടെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതിനകത്തൊരു സഞ്ചാര കറിവേപ്പില ഇട്ട് കൊടുക്കണം. കറിവേപ്പില ഇട്ടിട്ട് ഇതിനകത്ത് ഇനി പുളി ഇട്ടാണ് ഞാൻ വെക്കുന്നത്. അതുകൊണ്ട് പുളി ഉപ്പും കൂടെ ചേർത്ത് ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. ഞാനത് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടില്ലേ, മിക്സിയിൽ ജാറിൽ അരച്ച് വെച്ചിട്ടില്ലേ, അത് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നു. അത് ഇളക്കി കൊടുത്തിട്ട് അത് വെള്ളവും കൂടെ ഒക്കെ ചേർത്ത് അതിനകത്ത് പാകത്തിന് വെള്ളം ചേർത്ത് പാകത്തിന് ഒഴിച്ച് അതിനെ തിളപ്പിക്കണം. കണ്ടോ, പാകത്തിന് അതിനെ തിളപ്പിച്ച് വയ്ക്കുക. ഇതിപ്പോൾ ഞാൻ എടുത്ത ഇരുമ്പ് ചീനിച്ചട്ടിയിലാണ് ഞാൻ വറുത്തത്. തേങ്ങ വറക്കുമ്പോൾ ഇരുമ്പ് ചീനിച്ചട്ടി നന്നായിട്ട് പാകത്തിന് മൂക്കിപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്ത് അത് തിളപ്പിച്ചതിന് ശേഷം കണ്ടോ, അത് തിളച്ചതിന് ശേഷം ഞാനൊരു മൺചട്ടിയിലോട്ട് ഇതിനെ മാറ്റും. എന്തിനെന്നറിയാമോ, ഇരുമ്പ് ചീനിച്ചട്ടി ഇരുന്നാൽ ഇതിൻ്റെ ഇരുമ്പിൻ്റെ അംശം വരും. അതുകൊണ്ടാണ് ഞാൻ ഈ ഇരുമ്പ് ചട്ടിയിൽ നിന്ന് അങ്ങ് ചട്ടിയിലോട്ട് മാറ്റിയത്. എന്നിട്ട് അടച്ചു വയ്ക്കുക. ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കണം. തുറന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളി ഇതാണ്. അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില അധികം ഇട്ട് കൊടുക്കണം. എന്നിട്ട് അടച്ചു വെക്കണം. എന്നിട്ടൊരു 5 മിനിറ്റ് കഴിഞ്ഞ് ഗ്യാസ് ഓഫാക്കിയിട്ട് 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളി കൊഞ്ച് കറി, കൊഞ്ച് തീയൽ അടിപൊളിയാണ്. വേറെ ഒരു കറിയും വേണ്ട, നല്ല ടേസ്റ്റാണ്. എല്ലാവരും പരീക്ഷിച്ച് നോക്കണേ. നല്ല അടിപൊളി കൊഞ്ച് കറി. ബായ്.